ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചെയ്തത് ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഡിസൈൻ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. അതായത് നമുക്ക് ലോഡ് തന്നിട്ടുണ്ടാവും, ആ ഒരു കണക്ഷനിൽ വരുന്ന ലോഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ആ സെക്ഷൻ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത്, അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്, ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് അസ്യൂം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് കണക്ഷൻ, എങ്ങനെയാണ് പിച്ച് കൊടുക്കുക, എങ്ങനെയാണ് എഡ്ജ് ഡിസ്റ്റൻസ് കൊടുക്കുക, എത്ര ബോൾട്ട് കൊടുക്കണം, എങ്ങനെ കണക്ഷൻ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ എ ലാബ് ജോയിൻറ്റ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് ഈച്ച് ഓഫ് വിത്ത് 120 mm. If the thickness of one plate is 16 and other is 12 mm, the joint has to transfer a design load of 160 kN. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ലോഡാണ് 160 kN ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്ലേറ്റിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പ്ലേറ്റ്സ് ആർ ഓഫ് ഗ്രേഡ് FE 410, യൂസ് ബിയറിംഗ് ടൈറ്റ് ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ M16 ബോൾട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക, ഓഫ് ഗ്രേഡ് 4.6. ഓക്കെ, ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ d ഈസ് ഈക്വൽ ടു 16 ആൻഡ് ഡി നോട്ട്, അല്ലെങ്കിൽ ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് ക്ലിയറൻസ് ആണ്. നമുക്ക് ടേബിൾ നമ്പർ 19 എന്ന് കിട്ടും. ക്ലിയറൻസ് ഇവിടെ 2 ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 16 പ്ലസ് 2 18. അത് നമുക്ക് എന്താണ് ഡി നോട്ട് അങ്ങനെ കിട്ടി, ഹോളിൻ്റെ ഡയമീറ്റർ അങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ FE 410, അപ്പോൾ FU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 410 ആണ്. FI എന്ന് പറഞ്ഞാൽ 250 Nm/mm² ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഗ്രേഡ് ഓഫ് ബോൾട്ടിൻ്റെ ഗ്രേഡ് 4.6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ FIB ആൻഡ് FUB വിൽ ബി 240 ആൻഡ് 400 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ ഇത്രയും വാല്യൂസ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലാബ് ജോയിൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്പർ ഓഫ് ബോൾട്ട്സ് എത്ര വേണം എന്നാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ബോൾട്ട് വാല്യൂ ആണ്. ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ടാണ്, സ്ട്രെങ്ത് ഓഫ് ദി കണക്ഷൻ, സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ടാണ്. 2 സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും ലീസ്റ്റ് വാല്യൂ ആണ് ബോൾട്ട് വാല്യൂ, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കണക്ഷനിൽ നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ബോൾട്ടിൻ്റെ കേസിൽ വരുന്ന സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബോൾട്ട് നമുക്കിപ്പോൾ ഈ 4.6 ഗ്രേഡിലുള്ള 1 ബോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്ര സ്ട്രെങ്ത്ത് വരുന്നു എന്ന് നോക്കുക. അതിൽ നിന്നാണ് നമ്മൾ എന്താ നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 വരുന്നത് എന്താ, ഷിയർ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കുക. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്, VDSB ഈസ് ഈക്വൽ ടു VNSB/γ-MB. അപ്പോൾ VNSB എന്ന് പറഞ്ഞാൽ FUB ഡിവൈഡ് ബൈ √3 NNANB പ്ലസ് NSASB. അപ്പോൾ ലാബ് ജോയിൻറ്റ് നമുക്കറിയാം എന്താണ്, ഷിയർ പ്ലെയിൻ, ഒരു ഷിയർ പ്ലെയിനേ ഉണ്ടാവുള്ളൂ, വിൽ ബി പാസിങ് ടു ദ ട്രെഡ് ഏരിയ. അപ്പോൾ ട്രെഡ് ഏരിയയിലാകുമ്പോൾ NN ഈസ് ഈക്വൽ ടു 1 ആൻഡ് ANB എന്ന് പറഞ്ഞാൽ 0.78 π/4 d² ആണ്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. FUB നമുക്ക് 400 ആണെന്നറിയാം. FUB ഡിവൈഡ് ബൈ √3 1 × 0.78 π/4 × 16² ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 36.23. ഓക്കെ, അതിൽ നിന്ന് VDSB കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ 1.25 28.98 kN എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 2 വരുന്നത് ബിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. സെയിം നമുക്ക് അറിയുന്നത് തന്നെയാണ്. VDPB ഈസ് ഈക്വൽ ടു VNPB ഡിവൈഡ് ബൈ γ-MB. അതിൽ VNPB ഈസ് ഈക്വൽ ടു 2.5 kb DTFU. ഓക്കെ, ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് KB വേണം, ഡിയും ടിയും FU നമുക്കറിയാം. അപ്പോൾ KB കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4 വാല്യൂസ് ഉണ്ട് അല്ലേ, അതായത് നമുക്ക് 4 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ E അറിയില്ല, അതേപോലെ ഇത് P ആണ്, P/3D0. അതിൽ നമുക്ക് P അറിയില്ല. ഓക്കെ, P നമുക്ക് അത് നമ്മൾ അസ്യൂം ചെയ്യല, നമുക്ക് ക്ലോസസ് ഉണ്ട് കോഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ 73 എടുത്തുകൾ അത് 10.22 എന്ന് പറയുന്ന ക്ലോസ് എടുക്കുക.
അതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഫാസ്റ്റനർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 2.5 ടൈംസ് ഓഫ് ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി ഫാസ്റ്റനർ. അതായത് രണ്ട് ഫാസ്റ്റനേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതാണ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ 2.5 ഡിനെക്കാട്ടിലും കുറവാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോമിനൽ ഡയമീറ്റർ ഫാസ്റ്റനറാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് ഡി. ഓക്കെ, അപ്പോൾ 2.5 ഡി ആണ്. ഡി നമുക്ക് 16 അറിയാം, അപ്പോൾ പി ഈസ് ഈക്വൽ ടു 40 എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് മിനിമം സ്പേസിങ് ഓഫ് ദി എന്ത് കണ്ടുപിടിക്കുക, മിനിമം സ്പേസിങ് ഓഫ് ദി ഫാസ്റ്റനേഴ്സ് അല്ലെങ്കിൽ പിച്ച് കണ്ടുപിടിക്കാം. രണ്ടാമത്തേത്, അതായത് നമുക്ക് എഡ്ജ് ഡിസ്റ്റൻസ് വേണം അല്ലേ. എഡ്ജ് ഡിസ്റ്റൻസ്, മിനിമം എഡ്ജ് ഡിസ്റ്റൻസ്, എഡ്ജ് ആൻഡ് എൻഡ് ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുക്കുക നമ്മൾ. ഫ്രം ദി സെൻറ്റർ ഓഫ് എനി ഹോൾ ടു ദി നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്, അതാണ് എൻ്റെ എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1.7 ടൈംസ് ദി ഹോൾ ഡയമീറ്റർ ഇൻ ദ കേസ് ഓഫ് ഷിയർഡ് ആൻഡ് ഹാൻഡ് ഫ്രെയിം കട്ടേഴ്സ്. നമുക്ക് നോക്കട്ടെ. നമുക്ക് എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് ദി ഹോൾ ഡയമീറ്റർ ഇൻ കേസ് ഓഫ് റോൾഡ് മെഷീൻ ഫ്ലെയിം കട്ട് സോൺ ആൻഡ് പ്ലെയിൻഡ് എഡ്ജസ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, 1.5 ടൈംസ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. 1 ടൈംസ് ഓഫ് ദി ഹോൾ ഡയമീറ്റർ ഡി നോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 18, ദാറ്റ് ഈസ് ഈക്വൽ ടു 27. അപ്പോൾ നമ്മൾ കെ ബി കണ്ടുപിടിക്കാം. അപ്പോൾ കെ ബി ഇക്ക് നമ്മൾ എന്താണ് 27 ഇട്ട് കൊടുക്കുക, നമുക്ക് 0.5 എന്ന് കിട്ടും. പിക്ക് നമ്മൾ 40 ഇട്ട് കൊടുക്കുക, 0.49 എന്ന് കിട്ടും. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെ. പിന്നെ കെ ബി നമുക്ക് മിനിമം വാല്യൂ 0.49 കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, നമുക്ക് ഡി അറിയാം, ഡയമീറ്റർ ഓഫ് ദി 16 ആണ് ടി. ടി നമുക്കിവിടെ 2 തിക്നെസ് ആണ് വരുന്നത് അല്ലേ. 2 തിക്നെസ്, 2 പ്ലേറ്റും 2 ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. ഒന്ന് 16 ഒന്ന് 12 ആണ്. അപ്പോൾ അതിലേറ്റവും മിനിമം തിക്നെസ് എടുക്കുക, 12 എടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എൻ പി ബി കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 96.432 എന്ന് കിട്ടും. അതിനുശേഷം ഡി പി ബി കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ 1.25. അപ്പോൾ നമുക്ക് ഇതിലെ രണ്ടിലെയും സ്മോളസ്റ്റ് വാല്യൂ, അതായത് ഷിയറിങ് സ്ട്രെങ്ത്തിലെയും അതുപോലെ ബിയറിങ് സ്ട്രെങ്ത്തിലെയും ലീസ്റ്റ് വാല്യൂ നമുക്ക് 28.98 എന്ന് കിട്ടി. അതാണ് ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, നമുക്ക് ബോൾട്ട് വാല്യൂ കിട്ടി. ബോൾട്ട് വാല്യൂ എന്നാണ് നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ലോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ട്രാൻസ്ഫർ ആ ഒരു ജോയിൻറ്റ് ഇത്ര ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇത്ര ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് വേണം. അപ്പോൾ ഒന്നിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ജോയിൻറ്റിന് ഇത്ര ലോഡ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്ര ബോൾട്ട് വേണമെന്ന് നോക്കാം. ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 160 ഡിവൈഡ് ബൈ ഡിസൈൻ ലോഡ് ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 28.98. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5.52 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6 നമ്പർ ഓഫ് ബോൾട്ട്സ്. ഓക്കെ, അത് നമ്മൾ 6 നമ്പർ ഓഫ് ബോൾട്ട് കൊടുക്കുക വിത്ത് എ പിച്ച് ഓഫ് 40 mm. ഓക്കെ, നമ്മളെന്താണ് അതിനെ പ്ലോട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബോൾട്ട് കണക്ഷൻ നമ്മളിങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് നമ്മൾ എന്തായാലും കണക്ഷൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് ആവശ്യമുള്ള, അതായത് ഡിസൈൻ പ്രൊസീജിയർ ഈസ് ഓക്കെ. ഇപ്പോൾ നമുക്ക് ഡിസൈൻ പ്രൊസീജിയർ കഴിഞ്ഞു, പക്ഷെ നമുക്കൊരു ചെക്ക് ഉണ്ട്. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഡിസൈൻ ഓക്കെ ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഇൻ കേസ് അത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഓക്കെ, ആ ഒരു ചെക്കാണ് എന്ത്, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അറ്റ് ജോയിൻറ്റ്. നമുക്ക് 3 സ്ട്രെങ്ത് അറിയാമല്ലോ അല്ലേ. അതിൽ മൂന്നാമത്തെ സ്ട്രെങ്ത് ആണ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻ ദ ജോയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതും കൂടെ പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രെങ്ത് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ ആ ഒരു കണക്ഷൻ്റെ. അപ്പോൾ ടി ഡി എൻ അതേ ഇക്വേഷൻ എടുക്കുക. ടി ഡി എൻ ഈസ് ഈക്വൽ ടു 0.9 AN FU ഡിവൈഡ് ബൈ ഗാമ M1. എൻ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം B മൈനസ് D N D നോട്ട് ഇൻറ്റു T 120 ഇൻറ്റു നമ്മൾ ഇവിടെ ഒരു ലൈനിൽ വരുന്നത് 2 ബോൾട്ട്സ് ആണ്. അപ്പോൾ 2 ഇൻറ്റു 18 ഇൻറ്റു തിക്നെസ് 12 മിനിമം തിക്നെസ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1008 mm² എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിൽ ഗെറ്റ് ഇറ്റ് ആസ് 297.56 ആൻഡ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ അവർ ഡിസൈൻ ലോഡ്. അതായത് 160-നേക്കാട്ടിലും കൂടുതലായിരിക്കണം നമ്മൾ, എന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
പ്രോപ്പറായിട്ട് അവിടെ ട്രാൻസ്ഫർ ഓഫ് ലോഡ് നടക്കുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് അറ്റ് ജോയിൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഡിസൈൻ ലോഡ്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ റീഡിസൈൻ ചെയ്യാം. അപ്പോൾ ഹെൻസ് ഈ ഒരു കണക്ഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കണക്ഷൻ ഈസ് ഓക്കെ. ഇപ്പോൾ ഇതാണ് ഒരു ലാബ് ജോയിൻ്റ് ഡിസൈൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസൈൻ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് കണക്ഷൻസും എടുത്തിട്ടൊരു സിംഗിൾ പ്രോബ്ലമായിട്ട് ചെയ്യാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, അതായത് ഡിസൈൻ ദി ഫോളോയിങ് ജോയിൻറ്റ്സ് യൂസിങ് ഓർഡിനറി ബ്ലാക്ക് ബോർഡ്സ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് ഓഫ് വിഡ്ത്ത് 200 mm. 200 mm വിഡ്ത്താണ്. തിക്നെസ് രണ്ടെണ്ണത്തിൻ്റെയും 10 mm ആൻഡ് 12 mm 2 പ്ലേറ്റ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 kN ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് നമ്മൾ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് P is equal to 150 kN എന്താന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോഡിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 3 കേസസ് എടുക്കുക. ലാബ് ജോയിൻ്റ് ഉണ്ട്, സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ഉണ്ട്, അതേപോലെ ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 8 mm കവർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസൈനിലോട്ട് പോവാണ്. ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലത്തിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. അധികം ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് അതും കൂടെ നോക്കാം. ഫസ്റ്റ് ലാബ് ജോയിൻ്റ് എടുക്കുക. അതിൽ നമ്മൾ M16 ബോൾട്ട് ഓഫ് ഗ്രേഡ് 4.6 അസ്യൂം ചെയ്യാം. വിഡ്ത്ത് 200 തന്നിട്ടുണ്ട്. തിക്നെസ് 10 and 12 mm. ഓക്കെ, 12 mm ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ഡി നോട്ട് എത്രയായിരിക്കും? 18 mm. ഓക്കെ, FU 410 ആൻഡ് FI is equal to 250. FYB will be equal to 240 and FUB will be equal to 400. ഓക്കെ, ഫാക്ടറിലോ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 kN ആയിരിക്കും. ഓക്കെ, പിന്നെ ഫസ്റ്റ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. സെയിം, അതായത് VDSB is equal to VNSB divided by gamma m1, that is gamma VNSB is equal to FUB divided by NN ANB. അപ്പോൾ ഇവിടെ NN equal to 1 ആണ്, NS equal to 0 ആണ്. ഓക്കെ, അപ്പോൾ ANB is equal to 0.78. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഇക്വേഷൻ അറിയാം. 400 മീൻസ് FUB is equal to 400 ആണ്. ഓക്കെ, അപ്പോൾ VNSB നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 36.217 എന്ന് കിട്ടും. ആൻഡ് VDSB കണ്ടുപിടിക്കുക. 1.25 ഡിവൈഡ് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത ബിയറിംഗ് സ്ട്രെങ്ത് ആണ്. ബിയറിംഗ് സ്ട്രെങ്ത്തിലോട്ട് വരുമ്പോൾ സെയിം ഇക്വേഷൻ 2.5 kb dt FU. അതിൽ നമുക്ക് P നമുക്ക് എത്രയാണ്? 2.5 D ആണ്. ക്ലോസ് നമ്പർ 10.22, പേജ് നമ്പർ 73 ചെയ്യുക. E is equal to 1.5 into D naught, that is equal to 1.5 into 18, 27 mm. ഓക്കെ, നമ്മൾ എന്താണ്? KB കണ്ടുപിടിക്കുക. E/3 D naught is equal to 27/3 into 18 is equal to 0.5 and P minus D 3 D naught minus 0.25 is equal to 0.49. നമുക്ക് ഏറ്റവും മിനിമം കിട്ടുന്ന എത്രയാണ്? KB is equal to 0.49 എന്ന് കിട്ടും. അതിനുശേഷം നമ്മളെന്താണ്? എല്ലാ ഇക്വേഷൻസും കൊണ്ടുപോയിട്ട് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ടീയിലൊരു കൺഫ്യൂഷൻ. ടീയിൽ നമുക്ക് 2 ടി വാല്യൂസ് ഉണ്ട്. ടി എന്തൊക്കെയായിരുന്നു? 12 and 10 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളതിൽ ഏറ്റവും മിനിമം വാല്യൂ 10 എടുത്തു. ഓക്കെ, അപ്പോൾ NPB is equal to 2.5, 0.7, 0.47, 16 into 10 into 410. ഓക്കെ, പിന്നെ VDPB കണ്ടുപിടിക്കുക. ബോൾട്ട് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ ബോൾട്ട് വാല്യൂ എന്നറിയാം. അങ്ങനെ അത് ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താണ്? നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കുക. അതായത് ഡിസൈൻ ലോ ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ 150/29, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വീണ്ടും 6 നമ്പർ ഓഫ് ബോൾട്ട്സ് കിട്ടി. നമ്മളെന്താണ്? ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഇത് മിനിമം എന്താണ്? മിനിമം എൻഡ് ഡിസ്റ്റൻസ് ആണ്. വി ക്യാൻ ഇൻക്രീസ് ഇറ്റ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ പിച്ചും നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ മിനിമം ആണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടി ഇവിടെ കുറച്ചും ചെയ്യാം. ഇവിടെ ഇപ്പോൾ 146 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 27 കൊടുക്കുമ്പോൾ ഇവിടെ 146 വരുന്നത്. നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ പിച്ച് ഡിസ്റ്റൻസ് 40 മിനിമം പിച്ച് ഡിസ്റ്റൻസ് ആണ്. ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിപ്പോൾ
1/the other ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ മിനിമം പിച്ച് തന്നെ കൊടുത്താൽ മതി. ബട്ട് ഇഫ് യു ഹാവ് ടു, ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഓൾറെഡി ഇതിൻ്റെ വിഡ്ത്ത് 200 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്താണ് കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ഷൻ കിട്ടി. കണക്ഷന് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് TDN ഈസ് ഈക്വൽ ടു 0.9 ANFU. ഇത് ഈ ലെങ്ത്തിലും 2 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ N × 18 × 100 നമുക്ക് സെയിം സംഭവം തന്നെ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 484, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 150 kN. അപ്പോൾ സേഫാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലാബ് ജോയിൻറ്റിൽ വരുന്നത്. നമുക്ക് നോക്കാനുള്ളത് സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. അപ്പോൾ സിംഗിൾ കവർ ബഡ് ജോയിൻറ്റിൽ വരുമ്പോൾ 2 പ്ലേറ്റ്സ്, അതായത് 18 mm 10 mm 2 പ്ലേറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു കവർ പ്ലേറ്റ് 8 mm ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ സംഭവങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ VDSB ഈസ് ഈക്വൽ ടു VNSB ഡിവൈഡ് ബൈ ഗാമ MB. അതിൽ VNSB ഈസ് ഈക്വൽ ടു FUB ഡിവൈഡ് ബൈ √3 NNANB പ്ലസ് NSASB. ഓക്കെ, അപ്പോൾ ഷിയർ പ്ലെയിൻ ഇവിടെ എന്താണ് പാസ് ചെയ്യുന്ന ട്രെഡിലൂടെ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കേസിലെ പോലെ തന്നെയാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 36.217. ഓക്കെ, അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഡിവൈഡ് ബൈ 1.25 29 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ ബിയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. സെയിം സംഭവം തന്നെ, നമുക്ക് സെയിം വാല്യൂ തന്നെയാണ്. ഇയും പി ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇയും പി ഒന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ KB സെയിം ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവർ പ്ലേറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കവർ പ്ലേറ്റ് ഒരു സൈഡിൽ മാത്രമാണ് വരുന്നത്. ഐദർ നമ്മൾ പറയുന്നത് എന്താണ്, ഇതിലേറ്റവും തിന്നറായിട്ടുള്ള പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് വരിക. സിംഗിൾ കവർ ആകുമ്പോൾ ഇതിൽ 3-ൽ ഏറ്റവും ലീസ്റ്റ് തിക്നെസ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് 8 ആണ് കൺസിഡർ ചെയ്യുക. 8 × 4 ടൺ ചെയ്യാം. വിൽ ഗെറ്റ് ഇറ്റ് VNPB കിട്ടി, VDPB കിട്ടി. ഓക്കെ, അതിന് ബോൾട്ട് വാല്യൂ കിട്ടി, നമ്പർ ഓഫ് ബോൾട്ട്സ് കിട്ടി. നമ്മളെന്താണ് ഇതിനെ പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ 3 bolts ആൻഡ് അതർ സൈഡിൽ 3 bolts. ഇവിടെ 6 ബോൾട്ടാണ് വാല്യൂ കിട്ടിയത്. അപ്പോൾ 2 സൈഡിലായിട്ട് 3 bolts നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഈ ഒരു ലൈനിൽ നമുക്ക് 3 നമ്പർ ഓഫ് ബോൾട്ട്സ് വരുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പാർട്ടീഷൻ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ 3 bolts പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതിന് 3 bolts പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളത് A കണ്ടുപിടിക്കുക. A കണ്ടുപിടിച്ച് TDN കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 150 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്താൽ ഓക്കെ ആണ്. അപ്പോൾ നമുക്കത് സേഫാന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 18 mm, ഇവിടെ 10 mm ആണ് വരുന്നത് അല്ലേ, 2 പ്ലേറ്റ്. അപ്പോൾ 2 പ്ലേറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ 2 എൻഡിലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു കണക്ഷനെ നമ്മൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കിംഗ് പ്ലേറ്റ് കൊടുക്കണം. ഓക്കെ, ആ ഒരു പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 - 10 ആണ്. അതായത് എത്രയാണ് 8 mm. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒരു വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പാക്കിംഗ് പ്ലേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റാസ് എഴുതാം. പിന്നെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VNN ഉം VSS ഉണ്ട്. കാരണം ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. ട്രെഡിലും ഷാങ്കിലും ഷിയർ പ്ലെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2-ലും 1 വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, VDSB കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് പ്ലേറ്റിൻ്റെ ഒരു കൺസിഡറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പേജ് നമ്പർ 73 എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10.3.3. ഓക്കെ, അതിൽ പാക്കിംഗ് പ്ലേസിന് ഒരു ക്ലോസ് പറയുന്നുണ്ട്. അതായത് ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദി ബോൾസ് ക്യാരിങ് ഷിയർ ത്രൂ എ പാക്കിംഗ് പ്ലേറ്റ് ഇൻ എക്സസ് ഓഫ് 6 mm. അതായത് 6 mm കൂടുതൽ വരുന്ന പാക്കിംഗ് പ്ലേറ്റ് ആണെങ്കിൽ നമ്മളൊരു ഡിക്രീസ്ഡ്, അതായത് ഇതിൽ ഈ ഒരു സ്ട്രെങ്ത്തിൽ ഒരു ഡിക്രീസ് വരുന്നുണ്ട്.
ഓക്കെ 6 mm വരെ നമ്മൾ കൺസിഡർ ചെയ്യണം. 6 mm കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഡിക്രീസ്ഡ് ഫാക്ടർ, ആ ഒരു ഫാക്ടറിനെ ഇതിനെന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 8 mm ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺ ദി ഷിയർ കപ്പാസിറ്റിയിലാണ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ ബീറ്റ പി കെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.0125 TPK. ഓക്കെ, TPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി തിക്കർ പാക്കിംഗ് ആണ്. അതായത് TPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമ്മൾ എത്രയുള്ള തിക്നെസ് ആണ് നമ്മൾ കൊടുത്തതെന്നുള്ളത് 8 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ബീറ്റ പി കെ ഈസ് ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. അത് നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ടിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ കുറയും കുറച്ച്. അപ്പോൾ ഇതാണ് എന്ത് VDSB. ഓക്കെ, അടുത്തത് വരുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. അധികം ഡിഫറൻസ് ഒന്നുമില്ല, KB സെയിം ആണ് വരിക. സ്മോൾ, അതായത് ഇതിൽ നമുക്ക് തിക്നെസ്സിൽ വരുന്ന സംഭവമാണ്. തിക്നെസ്സിൽ ഏറ്റവും കുറവ് ഏതാണ് നോക്കുക. ഇതിപ്പോൾ 2 × 8 വരുന്നതുകൊണ്ട് 16, അപ്പോൾ അതല്ല 10 mm ആണ് ഏറ്റവും ലീസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ആ തിക്നെസ് കൊടുക്കുക, ഡിസൈൻ വാല്യൂ കണ്ടുപിടിക്കുക, ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ബോൾട്ട്സ് 4 എന്ന് കിട്ടും. അപ്പോൾ അതിനെന്തായി നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇത് ഓൾറെഡി എത്രയാണ് ബാക്കി വരുന്നത് അത് എഴുതിയതാണ്. അതുപോലെ അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് മിനിമം 40 ആണ് കൊടുക്കേണ്ടത്, ബട്ട് ഇവിടെ നമ്മൾ 65 കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് ഈ കണക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്, അത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എന്താണ് ഡിസൈൻ ഈസ് ഓക്കെ എന്ന് പറയാൻ പറ്റും. ഓക്കെ.